ഹലോ ഫ്രണ്ട്സ്, ഫൈൻ ട്രൂത്ത് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. നമ്മളെല്ലാവരും സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നവരാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. തന്നെ ധാരാളം ഫോട്ടോസ്, സിനിമ, വീഡിയോസൊക്കെ നമുക്കതിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അപ്പോൾ മുൻകാലത്തൊക്കെ അത് ഒരു 16 GB 32 GB ഒക്കെ ആയിരുന്നു. ഇപ്പോൾ 128 GB 256 GB ഒരുപക്ഷെ അതിലും കൂടുതലായിട്ടുള്ള ഫോണുകളാണ് ആളുകൾ സെലക്ട് ചെയ്യാറുള്ളത്. കാരണം അവർക്ക് അവരുടെ വിവരങ്ങളെല്ലാം ഒത്തിരി അതിനകത്ത് ശേഖരിച്ച് വെക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പ് വാങ്ങാൻ പോകുമ്പോഴാണെങ്കിൽ പോലും അതിൻ്റെ ഒരു മെമ്മറി കപ്പാസിറ്റിയൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കും. പക്ഷേ ഇത് എത്ര കൂടിയെടുത്താൽ തന്നെയും കുറേ നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ മെമ്മറി ഫുൾ എന്ന് കാണിക്കും. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ നമ്മൾ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്ത ചില ഡാറ്റാസ് നമ്മളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും. ഒരുപക്ഷെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അതാണ് കൂടുതൽ ഡിലീറ്റ് ചെയ്ത് കളയാറുള്ളത്. എന്നിട്ട് വീണ്ടും നമ്മൾ ഫ്രീ ആയിട്ടുള്ള സ്പേസ് ഉറപ്പുവരുത്തും, വീണ്ടും അത് ഉപയോഗിക്കും. പക്ഷെ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ, നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് എന്തെങ്കിലും മെമ്മറി ഫുള്ളായെന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ടോ? നമ്മുടെ തലച്ചോറിലും കാര്യങ്ങൾ ശേഖരിച്ച് വെക്കുന്നതല്ലേ അല്ലേ? നമുക്ക് എത്രയോ കാര്യങ്ങൾ ഓർത്തിരിക്കാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ചെറുപ്പകാലം മുതൽ ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ 60കളിൽ 70കളിൽ 20കളിൽ ഒക്കെ ജീവിക്കുന്ന വ്യക്തികളായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ 100 വയസ്സിനോട് അടുത്ത് പ്രായം ഉണ്ടായിരിക്കാം. എന്നാൽ ഏറ്റവും ചെറുപ്പകാലത്തുള്ള വിവരങ്ങൾ പോലും നിങ്ങൾക്കിപ്പോൾ ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് അല്ലേ? ഒരു ദിവസം എത്ര ആയിരക്കണക്കിന് വിവരങ്ങളാണ് നമ്മുടെ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നതെന്ന് നിങ്ങൾ നിരീക്ഷിച്ച് നോക്കി. എന്നിട്ട് എന്തെങ്കിലും ഒരു മെസ്സേജ്, ഇനി കാര്യങ്ങളൊന്നും കാണാനോ അല്ലെങ്കിൽ കേൾക്കാനോ അല്ലെങ്കിൽ ഒന്നും സാധിക്കാനോ അത് ഫുള്ളായി എന്നൊരു മെസ്സേജ് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ഇന്നുള്ള സൂപ്പർ കമ്പ്യൂട്ടറിനേക്കാളും വെല്ലുന്നതല്ലേ അതിൻ്റെ ഒരു പ്രാപ്തി എന്ന് പറയുമ്പോൾ? ഒന്ന് ചിന്തിച്ചു നോക്കി അല്ലേ? അപ്പോൾ ഇത് നമ്മൾ സാധാരണയായിട്ട് ഫോണിൽ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ വിവരങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഓട്ടോ ഡിലീറ്റ് ഉണ്ട്. അതിനകത്തൊരു സംവിധാനമുണ്ട്. 6 മാസം അല്ലെങ്കിൽ 3 മാസം അല്ലെങ്കിൽ 2 മാസം 2 ആഴ്ച അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ആക്കിയിടും. എന്നാൽ അതിന് പുറകോട്ടുള്ള വിവരങ്ങൾ നമുക്ക് വേണ്ടാത്തതുകൊണ്ടല്ല, ഒരു പക്ഷേ അത് കിടന്നാൽ പിന്നീട് പുതിയ വിവരങ്ങളൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരു മെസ്സേജ് പോലും നമുക്ക് ഒരു പക്ഷേ റിസീവ് ചെയ്യാൻ സാധിക്കില്ല. മെസ്സേജ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് കാരണം അത് മെമ്മറി ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ തലച്ചോറിനെ കുറിച്ച് ഒന്ന് ഓർത്ത് നോക്കി അല്ലേ? നിങ്ങളൊരു സാധനം കാണുവാണ്, അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, അയ്യോ അത് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ ഫുള്ളായി. അല്ലെങ്കിൽ ഒരാൾ നമ്മളോട് സംസാരിക്കുന്നു, ഇനി അത് കേൾക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു സിനിമ കാണാൻ നമ്മളിരിക്കുന്നു, അയ്യോ മെമ്മറി ഫുള്ളായിട്ട് ഇനി അത് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, മനസ്സിലാക്കാൻ പറ്റത്തില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു മെസ്സേജ് ഉണ്ടോ? ഇല്ല. അപ്പോൾ എത്ര അത്ഭുതകരമായിട്ടുള്ളൊരു സൃഷ്ടിയാണ് തലച്ചോറ് എന്ന് പറയുന്നത് ഓർത്ത് നോക്കി. അപ്പോൾ ഈ തലച്ചോറിൻ്റെ ആ ഒരു മെമ്മറി കപ്പാസിറ്റിയെക്കുറിച്ച് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഇന്ന് ഭൂമിയിൽ നിലവിലുള്ളവർ, ഇത് എത്രയോ രാജ്യങ്ങളിലുള്ള ആളുകൾ, എത്രയോ ആയിരക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകളുടെ കൈവശം ഈ ഫോണുണ്ട്. ഇന്ന് ഭൂമിയിലുള്ള എല്ലാ സ്മാർട്ട് ഫോണിൻ്റെ മെമ്മറിയേക്കാൾ കൂടുതലാണ് ഒരു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ മെമ്മറി എന്നാണ് ആധുനിക പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി അതിൻ്റെ ഒരു കപ്പാസിറ്റി. നമ്മൾ ഓർത്ത് നോക്കി മെമ്മറി കപ്പാസിറ്റി എത്ര അധികമാണെന്ന് സംബന്ധിച്ച്. ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആകുമ്പോഴേക്ക് എത്ര കോടിക്കണക്കിന് വിവരങ്ങളാണ് ഒരു പക്ഷേ തലച്ചോറിലേക്ക് ഫീഡ് ചെയ്യപ്പെടുന്നത് അല്ലേ? നമ്മളറിയാതെ തന്നെ ഇതെല്ലാം നടന്നു പോകുന്നുണ്ട്. നമ്മൾ ഇപ്പോൾ രാവിലെ ഒരു യാത്ര ചെയ്യുവാണെങ്കിൽ നമ്മൾ എത്രയോ പരിചിതമായിട്ടുള്ള മുഖങ്ങളെ കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഓർത്തിരിക്കും അല്ലേ? അതുപോലെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവിടെ പോയി അതിൻ്റെ എന്താണ് ഓർഡർ ചെയ്തത്, ആ സംഭവങ്ങൾ, പോകുന്ന വഴിക്ക് പക്ഷികൾ, പട്ടികൾ അല്ലെങ്കിൽ വാഹനങ്ങൾ, ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് തലച്ചോറിൽ ഫീഡ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് വൈകുന്നേരം ഇതെല്ലാം തന്നെ ഓർത്തെടുക്കാൻ തന്നെ സാധിക്കും. അപ്പോൾ അതെല്ലാം അവിടെ മെമ്മറി ആയിട്ട് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു എന്നാണ് എൻ്റെ അർത്ഥം അല്ലേ? അപ്പോൾ എത്ര വലിയൊരു പ്രാപ്തിയാണ് നമ്മുടെ തലച്ചോറിനുള്ളത് എന്ന് സംബന്ധിച്ച് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങളോട്. അത് ഇങ്ങനെയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് പോയി, അപ്പോൾ നിങ്ങൾക്കൊരു ലോഡ്ജ് എടുക്കണം. അപ്പോൾ ലോഡ്ജ് നിങ്ങൾ മുറി അന്വേഷിച്ച് മുറി നിങ്ങൾക്ക് തരാമെന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കണ്ടു. പക്ഷെ മുറി നിങ്ങൾക്ക് അത്ര നീറ്റ് ആൻഡ് ക്ലീൻ അല്ല, നിങ്ങൾക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്നാൽ പിന്നെ ഇതിവിടെ താമസിക്കാനുള്ളതല്ലേ. ഉടനെ തന്നെ എൻ്റെ ലോഡ്ജിൻ്റെ ഉടമയെ കാണുന്നു.
എന്നിട്ട് ഇവിടെ പെയിൻറ്റേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്യുന്ന ആളുകൾ വിളിച്ചിട്ട് മുറിയൊക്കെ ഒന്ന് പെയിൻറ്റ് ചെയ്യിക്കുന്നു. അല്ലെങ്കിൽ കട്ടിലിൻ്റെ ക്വാളിറ്റി പോരാ, അപ്പോൾ നല്ലൊരു കട്ടിൽ ഓർഡർ ചെയ്ത് വരുത്തുന്നു. അതല്ലെങ്കിൽ ലൈറ്റ് ഫാന് അതൊന്നും അത്ര കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് അതെല്ലാം ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ച് അതെല്ലാം ശരിയാക്കുന്നു. ഇങ്ങനെയെല്ലാം ശരിയാക്കിയിട്ടാണോ നിങ്ങൾ ആ ഒരു ദിവസം അവിടെ കിടക്കാൻ പോകുന്നത്? ഇല്ല. ഉള്ള ആ ഒരു സാഹചര്യം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. കാരണം എന്താ പറയുക, നിങ്ങളൊരു ടെമ്പററി റെസിഡൻ്റാണ്. കൂടുന്നൊരു 5-6 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 12 മണിക്കൂർ കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നില്ല. ഒരു ദിവസത്തെ ഒരു കേസല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഇത്തിരി കുറവാണല്ലോ നിങ്ങൾ അത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാറുള്ളൂ. പക്ഷേ സുബോധമുള്ള ആരും എന്ത് ചെയ്യാറില്ല, അതിനെ ഫർണിഷ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളെല്ലാം തീർത്ത് ശരിയാക്കിയിട്ട് അതൊരു അടിപൊളി റൂമാക്കിയിട്ട് അതിനകത്ത് കിടക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടോ? ഇല്ല. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത്, അപ്പോൾ കേവലം 70 അല്ലെങ്കിൽ 80 വർഷം മാത്രം ജീവിക്കുന്ന ഒരു മനുഷ്യന് വേണ്ടിയിട്ട് ഇത്രയും പ്രാപ്തിയുള്ള തലച്ചോറിൻ്റെ ആവശ്യം എന്താണ്? അതായത് ഇപ്പോൾ നിങ്ങളെടുക്കുന്ന ലോഡ്ജിൽ ഒരു ദിവസം താമസിക്കാൻ വേണ്ടിയിട്ട് അത്രയും കൂടിയ കാര്യങ്ങൾ ചെയ്യുമല്ലോ. ഫർണിച്ചറുകൾ കൊണ്ടിടുന്നു, അത് പെയിൻ്റ് അടിച്ച് നല്ല 5 സ്റ്റാർ ഹോട്ടലിൻ്റെ ഒരു റൂം പോലെ ആക്കുന്നു. അങ്ങനെ ചെയ്യുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ കേവലം 70-80 വർഷം മാത്രം ജീവിക്കാനാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇത്രയും വലിയ പ്രാപ്തിയുള്ള തലച്ചോറിൻ്റെ ആവശ്യം എന്താണ്? അപ്പോൾ ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇതിലൂടെ എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? അപ്പം മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ കേവലം കുറച്ച് നാൾ മാത്രം ജീവിക്കുക, അത് കഴിഞ്ഞിട്ട് അവൻ മരിച്ചു പോവുക എന്നൊരു ഉദ്ദേശമല്ല അതിൻ്റെ പിന്നിലുള്ളത് എന്ന് അല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്യാൻ തക്കവണ്ണം നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കമൻസുകൾ രേഖപ്പെടുത്തുക. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇതുപോലെ മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.